മനസ്സിന് വല്ലാതെ വേദനയുണ്ടാക്കിയ, ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത കേൾക്കാനിടയായി. നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ആളുകൾ സംഘടനകളെ ചൊല്ലി എത്രത്തോളം മനസ്സിൽ വെറുപ്പോടുകൂടിയാണ് ജീവിക്കുന്നത് എന്ന് ആ വാർത്ത കണ്ടപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. നോക്കൂ, വയനാട് ജില്ലയിലെ വെള്ളമണ്ട പുളിഞ്ഞാൽ എന്ന് പറയുന്ന മഹലിൽ ഹലീമ ഹജ്ജുമ എന്ന് പറയുന്ന ഒരു സഹോദരി മരണപ്പെട്ടു. ആ സഹോദരി മരണപ്പെട്ടത് പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ അവസാനത്തോടടുപ്പിച്ചാണ്, അതായത് റമളാൻ 29-ന്. എന്നാൽ ആ പരിപാവനമായ മാസത്തിൻ്റെ ആ ഒരു മഹത്വം പോലും നോക്കാതെ, മയ്യത്താണെന്ന് പോലും നോക്കാതെ ആ സഹോദരിയുടെ മയ്യിത്ത് നിസ്കാരം തടസ്സപ്പെടുത്തുന്ന മഹല്ല് കമ്മിറ്റിയാണ് കാണാൻ സാധിച്ചത്. ആ സഹോദരിയുടെ മയ്യിത്ത് നിസ്കാരം ഇവിടെ നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മയ്യിത്ത് നിസ്കാരത്തെ അവിടുത്തെ മഹല്ല് കമ്മിറ്റിയിലെ ഭാരവാഹികൾ തടഞ്ഞു വയ്ക്കുകയാണ്. മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി ആ സഹോദരിയുടെ മയ്യത്തുമായി വരുന്ന സമയത്ത് അവിടെയുള്ള മഹല്ല് കമ്മിറ്റികൾ ഗേറ്റുകൾ അടച്ചുപൂട്ടുന്നു. അതോടൊപ്പം ടാപ്പിലെ വെള്ളമൊക്കെ കാലിയാക്കുന്നു, ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നു. അങ്ങനെ ഒരു വിധത്തിലും ആ സഹോദരിയുടെ മയ്യത്ത് നിസ്കാരം ഇവിടെ നടത്താൻ പാടില്ല എന്നുള്ള ആ ഒരു ധാർഷ്ട്യത്തോടു കൂടി, ആ മനോഭാവത്തോടു കൂടി അവിടുത്തെ മഹല്ല് കമ്മിറ്റികൾ പെരുമാറുകയാണ്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കുമൊക്കെ കാരണമായി മാറി. എന്നാൽ ആ സഹോദരിയുടെ മയ്യിത്ത് നിസ്കാരം തടയാനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? ആ സഹോദരിയുടെ മക്കൾ AP വിഭാഗക്കാർ ആയതുകൊണ്ടാണ്. AP വിഭാഗക്കാരുടെ മയ്യിത്ത് നിസ്കാരം ഇവിടെ നടത്തേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു മനുഷ്യത്വരഹിതമായ ആ ഒരു പ്രവർത്തനം അവിടെയുള്ള ആളുകളിൽ നിന്നും ഉണ്ടായത്. നോക്കൂ, എത്ര മോശമായ ഒരു പ്രവർത്തനമാണ്, എത്ര മനുഷ്യത്വരഹിതമായ ഒരു പ്രവർത്തനമാണ്. നോക്കൂ, പള്ളികളെന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി ആളുകൾ കടന്നു വരുന്ന സ്ഥലം. അവിടെ AP എന്നോ EK എന്നോ സുന്നി എന്നോ മുജാഹിദ് എന്നോ തബ്ലീഗ് എന്നോ അങ്ങനെയൊന്നും തന്നെയില്ല. മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന സ്ഥലം, അതാണ് മസ്ജിദുകൾ, അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ. അവിടെയാണ് ഇത്തരത്തിൽ സംഘടനകളെ ചൊല്ലി ഇത്തരത്തിൽ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ ചില ആളുകൾ കാണിച്ചു കൂട്ടുന്നത്. നോക്കൂ, ഇരു സമസ്തയിലെയും ബഹുമാന്യരായ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അവർ പലപ്പോഴും സുന്നി ഐക്യം വേണമെന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരമൊരു ആശയത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇവിടെ അണികളായ ചില ആളുകൾ പരസ്പരം സംഘടന ചൊല്ലി ഇത്തരത്തിൽ വിഭാഗീയതയും വിദ്വേഷമുണ്ടാക്കുകയാണ്. നോക്കൂ, ജാതി വർഗ വർണ്ണ വിവേചനത്തിനെതിരെ ശക്തമായി പോരാടിയ നേതാവായിരുന്നു അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി തങ്ങളുടെ അനുയായികളെന്ന് പറയുന്ന ഇത്തരം ആളുകൾ ഇത്തരം തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ അവർ എന്തു ഇസ്ലാമിനെയാണ് ചേർത്ത് പിടിക്കുന്നത് എന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നോക്കൂ, സ്വന്തം മതത്തിൽപ്പെട്ട വ്യക്തിയല്ല, ഒരു ജൂതനായ മനുഷ്യൻ. ആ ജൂതനായ മനുഷ്യൻ്റെ മയ്യത്ത് അതുവഴി കടന്നു പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ മയ്യത്തിനെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ചരിത്രം നമുക്ക് ഇസ്ലാമിൽ കാണാൻ സാധിക്കും. അവിടെ മതവും ജാതിയും സംഘടനകൾക്കപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ആ മനോഹരമായ അധ്യാപനം, അതാണ് നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ടത്. അല്ലാതെ സംഘടനകളെ ചൊല്ലി പരസ്പരം പോരടിക്കുകയല്ല വേണ്ടത്. ഇനി എന്നാണ് ഈ മനുഷ്യന്മാർ പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നോക്കൂ, മുസ്ലിം സമുദായത്തിലെ ഇത്തരത്തിലുള്ള ചില ആളുകൾ, തങ്ങൾ മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്ന ഇത്തരം ആളുകൾ, അവരുടെ നീചമായ, അവരുടെ മനുഷ്യത്വരഹിതമായ ഇത്തരം പ്രവർത്തനങ്ങൾ അത് ലോകത്തിന് മുന്നിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ നാണക്കേടും അപമാനവും ഉണ്ടാക്കി വയ്ക്കുകയാണ്. ഇസ്ലാമിൻ്റെ എന്തു സന്ദേശമാണ് ഇത്തരത്തിലുള്ള ആളുകൾ ലോകത്തിന് നൽകുന്നത്? ലോക പാശ്ചാത്യ രാജ്യങ്ങളിൽ അവിടെ ദിനംപ്രതി നൂറുകണക്കിന് വരുന്ന ആളുകൾ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ആ ഇസ്ലാമിൻ്റെ മനോഹാരിത, അതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് കടന്നു വരികയാണ്. അവിടേക്ക് ആളുകൾ കടന്നു വരുന്നത് AP എന്നോ EK എന്നോ മുജാഹിദ് എന്നോ തബ്ലീഗ് എന്നോ ജമാഅത്ത് ഇസ്ലാമി എന്നോ അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല. നേരെ മറിച്ച് ഒരു മുസ്ലിമായിക്കൊണ്ട് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. എന്നാൽ ഇവിടെയോ സംഘടനകളെ ചൊല്ലി പരസ്പരം തമ്മിലടിക്കുന്നു. ആ സംഘടനയുടെ പേരും പറഞ്ഞുകൊണ്ട് മനസ്സിൽ വെറുപ്പും വിദ്വേഷവുമായി നടക്കുന്നു. ഇതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, 2 ദിവസങ്ങൾക്ക് മുമ്പ് മുഹ്സിന എന്ന് പറയുന്ന ഒരു സഹോദരി മരണപ്പെടുകയുണ്ടായി. തൃശ്ശൂർ ചാവക്കാട് സ്വദേശിയാണ് മുഹ്സിന എന്ന് പറയുന്ന 34 വയസ്സ് പ്രായമുള്ള ആ സഹോദരി. ഇബ്രാഹിം എന്ന് പറയുന്ന തൻ്റെ സ്വന്തം ഭർത്താവെന്ന് പറയുന്നവൻ്റെ ആ ക്രൂരമായ ആ ഒരു ചെയ്തികൾ കാരണമാണ് ആ സഹോദരി മരണപ്പെട്ടു പോകുന്നത്. 7ാമത്തെ പ്രസവം. ആ 7ാമത്തെ പ്രസവത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ് മുഹ്സിന. പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ കുഞ്ഞ് മരണപ്പെട്ടു പോകുന്നു. ആ സഹോദരിയുടെ പ്രസവം വീട്ടിൽ വെച്ച് നടത്തുക മാത്രമല്ല, ആ പ്രസവത്തെ തുടർന്ന് ചികിത്സയ്ക്കായി മറ്റുമൊന്നും ഈ ഇബ്രാഹിം എന്ന് പറയുന്ന നരാധമൻ ആ സഹോദരിയെ ആശുപത്രിയിലും മറ്റും കൊണ്ടുപോവുകയും ചെയ്തില്ല. അതിന് ന്യായീകരണമായി കൊണ്ട് ഈ ഭർത്താവെന്ന് പറയുന്നവൻ പറഞ്ഞത്,
മൂസീനയ്ക്ക് അന്യപുരുഷന്മാരെ കാണുന്നത് ഇഷ്ടമല്ല എന്നുള്ളതായിരുന്നു. ആ സഹോദരിയുടെ ഗർഭപാത്രമടക്കമുള്ള ആന്തരിക അവയവങ്ങളിൽ അണുബാധ ബാധിച്ചിരുന്നു. അതിൽ ചില മുറിവുകൾ പഴുത്ത് വ്രണമായി അതിൽ പുഴുക്കൽ പോലും വന്നുവെന്നാണ് പറയപ്പെടുന്നത്. അതിൽ നിന്നും ആ സഹോദരി എത്രമാത്രം വേദനകളും എത്രമാത്രം ക്രൂരതകളും സഹിച്ചിട്ടുണ്ടാകുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയധികം വ്രണങ്ങളും ശാരീരിക പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ആ നരാധമൻ ആ സഹോദരിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല എന്നുള്ളതാണ്. അവസാനം ആ പെൺകുട്ടിയുടെ പിതാവും സഹോദരിയും കൂടി വീട്ടിലേക്ക് വന്ന് നിർബന്ധിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അവസാനം ആ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ ആ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. എന്നിട്ടും കഴിഞ്ഞില്ല. ആ പെൺകുട്ടിയുടെ മൃതദേഹം അന്യപുരുഷന്മാരെ കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇബ്രാഹിം എന്ന് പറയുന്ന നരാധമൻ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അവസാനം നാട്ടുകാർ ഇടപെട്ട് അവനെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. നോക്കൂ, ഇതിനു മുമ്പും ഈ സഹോദരിയുടെ 2 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പത്രവാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല പലപ്പോഴും തൻ്റെ ബന്ധുക്കളുമായും സംസാരിക്കാൻ പോലും ഈ നരാധമൻ അനുവദിച്ചിരുന്നില്ല എന്നും ബന്ധുക്കൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ വളരെയധികം വലിയ രീതിയിലുള്ള മാനസികവും ശാരീരികവുമായ ഒരുപാട് പ്രയാസങ്ങളിലൂടെ ആ സഹോദരി കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അവനെ പോലീസ് പിടികൂടുന്ന സമയത്ത് അതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. തലയിൽ തൊപ്പിയും ഒരു താടിയുമൊക്കെയുണ്ട്. എന്തിനാണ് ഈ താടിയും ഈ തൊപ്പിയും വെച്ച് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ലോകത്തിന് മുന്നിൽ അവഹേളിക്കാൻ, കളിയാക്കാൻ ഇതുപോലെയുള്ള വിവരദോഷികളായ ചില ആളുകൾ പൊതുസമൂഹത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. താൻ പാതി ദൈവം പാതി എന്നാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക, അതോടൊപ്പം പടച്ചവൻ ചെയ്യേണ്ടത് അത് പടച്ചവൻ ചെയ്തുകൊള്ളും. നമ്മൾ പ്രാർത്ഥിക്കുക, അതോടൊപ്പം വേണ്ട രീതിയിൽ ചികിത്സകൾ എന്താണോ ആ ചികിത്സകൾ നമ്മൾ നൽകുകയും വേണം. അല്ലാതെ ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കൂട്ടുകയല്ല വേണ്ടത്. ഈ അക്യൂപങ്ക്ചർ ചികിത്സാ രീതി എന്ന് പറയുന്നത് പുരാതനമായിട്ടുള്ള ഒരു ചൈനീസ് ചികിത്സാ രീതിയാണ്. ചെറിയ തലവേദന, മൈഗ്രെയിൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചികിത്സകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പലപ്പോഴും ഈ അക്യൂപങ്ക്ചർ ചികിത്സയും മറ്റുമൊക്കെ പലപ്പോഴും പല ആളുകളും ചെയ്യാറുള്ളത്. അല്ലാതെ ഇതുപോലെയുള്ള ഗർഭിണികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സകളല്ല. ഇതറിഞ്ഞു വെച്ചുകൊണ്ട് ഇത്തരം ആളുകൾ ഇത് ചെയ്യുമ്പോൾ ആ മനുഷ്യരെ മനഃപൂർവ്വം കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഇതിനു മുമ്പും ഒരു ക്യാൻസർ രോഗിയായ ഒരു സഹോദരിയുടെ രോഗം മാറാൻ വേണ്ടി അക്യൂപങ്ക്ചർ ചികിത്സ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ആ സഹോദരിക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. അങ്ങനെ പല പല സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതിലൊട്ടുമിക്കവരും എല്ലാം മുസ്ലിം നാമധാരികളാണ്. ഈ പറയപ്പെടുന്ന അക്യൂപങ്ക്ചറും ഇസ്ലാമും തമ്മിൽ യാതൊരു വിധത്തിലുമുള്ള ബന്ധവുമില്ല. എന്നാൽ നേരെ മറിച്ച് ഹിജാമ എന്ന് പറയുന്ന ചികിത്സാ രീതി അത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ദേഹത്തുള്ള അഴുക്ക രക്താണുക്കളെ പുറത്തേക്ക് തള്ളിക്കളയുന്ന ഒരു ചികിത്സാ രീതിയാണത്. എന്നാൽ ഈ അക്യൂപങ്ക്ചർ ചികിത്സാ രീതിയും ഇസ്ലാമും തമ്മിൽ യാതൊരു വിധത്തിലുമുള്ള ബന്ധവുമില്ല. എന്നാൽ പലപ്പോഴും ഇതുപോലെയുള്ള മുസ്ലിം നാമധാരികളായ ആളുകൾ ഈ അക്യൂപങ്ക്ചർ ചികിത്സാ രീതിയെ ഇസ്ലാമുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് അതിലൂടെ ഉണ്ടാക്കുന്ന ഓരോ ഭവിഷ്യത്തുകളും ഓരോ പ്രശ്നങ്ങളും അത് പിന്നീട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും മറ്റുള്ളവർക്ക് മുമ്പിൽ കളിയാക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുകയാണ്. ഇത്തരം വാർത്തകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും മൊത്തത്തിൽ അവഹേളിക്കുന്ന പല കമൻറ്റുകളാണ്. ഏതെങ്കിലും ഒരു വിവരദോഷിയായ ഏതെങ്കിലും ഒരു വ്യക്തി ആ മരത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും തെമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അത് ആ മരത്തിൻ്റെ കുഴപ്പമാണ്, അത് ആ മരത്തിൽ വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും കുഴപ്പമാണ് എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അത് ആ വ്യക്തിയുടെ വിവരമില്ലായ്മ മാത്രമാണ്. അല്ലെങ്കിലും മുസ്ലിമീങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ കാത്തിരിക്കുന്ന സംഘികൾക്കും ഗൃസംഘികൾക്കുമൊക്കെ ഇത്തരം വാർത്തകൾ കാണുമ്പോൾ വല്ലാത്ത ആവേശമാണ്. അതിലൂടെ എല്ലാ മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും മൊത്തത്തിൽ അവഹേളിക്കാനും താറടിച്ച് കാണിക്കാനുമുള്ള അവസരത്തിനായി അത്തരം ആളുകൾ കാത്തിരിക്കുന്നുണ്ട്.